നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. ഇന്ധനവില വർധനവിന് പിന്നാലെ ദുബായിൽ ടാക്സി നിരക്കും വർദ്ധിപ്പിച്ചു. കിലോമീറ്ററിന് 12 ഫിൽസാണ് വർദ്ധിപ്പിച്ചത്. 2022 ജൂലൈക്ക് ശേഷം ഇതാദ്യമായാണ് ദുബായിലെ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. ടാക്സി നിരക്കുകളിലേത് പ്രാദേശിക വിപണിയിലെ ഇന്ധനവിലയിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള വർധനവാണെന്ന് RTA അറിയിച്ചു. അതേസമയം അജ്മാനിൽ ഈ വർഷം മാർച്ച് മുതൽ ടാക്സി നിരക്കിൽ 4 ഫിൽസ് വർധന വരുത്തിയിരുന്നു. എന്നാൽ ഷാർജയിൽ ടാക്സി നിരക്കിൽ വർധന വരുത്തിയിട്ടില്ല. അടുത്തിടെയുള്ള എണ്ണവില വർധനവ് ദുബായ്ക്കും ഷാർജയ്ക്കുമിടയിലുള്ള ഇന്റർസിറ്റി ബസ് നിരക്കുകളെ ബാധിച്ചിരുന്നു. ദുബായ് അബുദാബി രാജ്യാന്തര വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് 24 മണിക്കൂർ ഷട്ടിൽ ബസ് സർവീസ് ആരംഭിച്ചു. ദുബായിലെ ഇബിൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷനു സമീപത്തു നിന്ന് പുറപ്പെടുന്ന ബസ് യാത്രക്കാരെ അബുദാബി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിക്കും. RTAയുടെ വെബ്സൈറ്റ് വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം. 35 ദിർഹമാണ് വൺ വേ ടിക്കറ്റ് നിരക്ക്. ഇബിൻ ബത്തൂത്ത സ്റ്റേഷനിൽ നിന്ന് ഓരോ മണിക്കൂറിലും ബസ് സർവീസ് ഉണ്ടാകും. അബുദാബി വിമാനത്താവളത്തിൽ നിന്ന് പുലർച്ചെ 1:30 മുതൽ അർദ്ധരാത്രി 12:30 വരെയാണ് സർവീസ്. രാജ്യത്ത് ഈ ആഴ്ചയിൽ താപനിലയിൽ ക്രമാനുഗതമായ വർധനവുണ്ടാകുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മരുഭൂമി പ്രദേശങ്ങളിൽ ഈ ആഴ്ചയുടെ മധ്യത്തോടെ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ബർക്കയിൽ 41 ഡിഗ്രി സെൽഷ്യസും സുവൈഖിൽ 40.2 ഡിഗ്രി സെൽഷ്യസും അൽ അമോറാറ്റിൽ 39.8 ഡിഗ്രി സെൽഷ്യസും ചൂടാണ് രേഖപ്പെടുത്തിയത്. അതേസമയം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കാറ്റിന്റെയും ഇടിയോടും കൂടിയ മഴ പെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം UAEയിൽ ഇന്നു മുതൽ 3 ദിവസത്തേക്ക് മണൽക്കാറ്റുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലായിരിക്കും കാറ്റ് വീശുക. അബുദാബിയിലെ താപനില 41 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 34ആയും ദുബായിൽ 40-ൽ നിന്ന് 35ആയും കുറയും. സഫാരി പാർക്ക് ഇത്തവണ വേനൽക്കാലത്ത് തുറന്നിരിക്കുമെന്ന് ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഇതിനായി പ്രത്യേക സമ്മർ പാസ് പുറത്തിറക്കി. അധികം ചൂടേൽക്കാതെ മൃഗങ്ങൾക്ക് പുറത്തു സഞ്ചരിക്കാൻ പ്രത്യേക സമയം നിശ്ചയിക്കും. 10 പേർ വീതമുള്ള ചെറിയ സംഘങ്ങൾക്ക് മാത്രമേ വേനൽക്കാലത്ത് പാർക്കിലേക്ക് പ്രവേശനം നൽകൂ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാവിലെയും വൈകുന്നേരവും ഒരിക്കൽ മാത്രം പ്രവേശിക്കാവുന്ന തരത്തിലുള്ള സമ്മർ പാസ് ആയിരിക്കും നൽകുക. 2 മണിക്കൂർ വീതമായിരിക്കും സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുക. കടലിൽ നിന്ന് ഖാലിദ് തടാകത്തിലേക്ക് ഷാർജയിൽ പുതിയ കനാൽ വരുന്നു. 800 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന കനാൽ പദ്ധതിയുടെ പുരോഗതി സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി സന്ദർശിച്ച് വിലയിരുത്തി. 2 പാലങ്ങൾ, കനാൽ, കടൽഭിത്തി, ഉല്ലാസ കേന്ദ്രം എന്നിവയെല്ലാം പദ്ധതിയിലുണ്ട്. അതിനൊപ്പം കനാലിന് എതിർവശത്തായി ജുബൈൽ മാർക്കറ്റ് കെട്ടിടവും നിർമ്മിക്കും. അടുത്ത ഘട്ടത്തിൽ ഇസ്ലാമിക വാസ്തുശില്പശൈലിയും സർക്കാരിന്റെ വാസ്തുശില്പ രീതികളുമായും യോജിക്കുന്ന വാട്ടർ ഫ്രണ്ട് നിർമ്മിക്കും. 3 വർഷത്തിനുള്ളിൽ റാസൽ ഖൈമയിൽ എയർ ടാക്സി സേവനങ്ങൾ ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്. ഇതിനായി റാസൽ ഖൈമ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റിയും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. റാസൽ ഖൈമയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും അൽമർജാൻ ദ്വീപ്, അൽഹംറ, ജബൽ ജെയ്സ് എന്നിവിടങ്ങളിലേക്കുമായിരിക്കും ആദ്യഘട്ടത്തിൽ സർവീസ് ആരംഭിക്കുക. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.